അധികാരത്തിൻ്റെ തത്വശാസ്ത്രമനുസരിച്ച് തുടർച്ചയായ ഭരണകൂടങ്ങൾ ജനാധിപത്യത്തിലായാലും വന്നു പോയാൽ, തുടർച്ചയായി വന്നാൽ പിന്നെ ഒരുതരം ഏകാധിപത്യത്തിലേക്ക് പോകുമോ? ജനതയ്ക്ക് എത്രമാത്രം ജനാധിപത്യത്തിൻ്റെ ഉച്ഛ്വാസവായു ശ്വസിക്കാൻ കഴിയും എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ്. നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും വീണ്ടും വീണ്ടും ഒരേ മുന്നണി തന്നെ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു തരം ജനാധിപത്യ വിരുദ്ധമായ പല കാര്യങ്ങളും നമ്മൾ കണ്ടു മറിയുന്നുണ്ട്. 30-35 വർഷക്കാലം പശ്ചിമ ബംഗാൾ ഭരിച്ചിട്ട് അവസാനത്തെ ബാക്കിപത്രം 10-30 ലക്ഷം ആളുകളെ കേരളത്തിന് വെറോട്ടയടിക്കാനും മറ്റൊരുപാട് ജോലിക്കും സംഭാവന ചെയ്തതാണെങ്കിൽ, തുടർച്ചയായുള്ള കേരള ഭരണത്തിൻ്റെ ഫലമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു പോകുന്നതുൾപ്പെടെയുള്ള വലിയ ഗൗരവതരമായ വിഷയങ്ങൾ സംസ്ഥാനത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് വീണ്ടും മൂന്നാം മൂഴം കൂടി ഇതേ മുന്നണി ഇതിനെ വരുമോ എന്നൊരു ചോദ്യം വളരെ ഗൗരവമായിട്ടുള്ളത്. അപ്പോഴും UDF 100 സീറ്റ് പിടിച്ച് വരുമെന്നും, ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് VD സതീശനെ പോലെയുള്ളവർ പറയുന്നു. എന്തായാലും വളരെ ഗൗരവതരമായ വിഷയങ്ങളാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു മൂന്നാമതൊരു ഭരണം കൂടെ കിട്ടാതിരുന്നാൽ, 15 വർഷക്കാലം വനവാസം പോലെ ഭരണത്തിൽ നിന്ന് മാറി നിന്നാൽ ലീഗിൻ്റെ അണികൾക്കുണ്ടാകാവുന്ന അമർഷവും അസ്വസ്ഥതയും ആകപ്പാടെ ബുദ്ധിമുട്ടുകളും വന്ന് അവസാനം ലീഗ് ഇടതുപക്ഷത്തിലേക്കോ BJPയിലേക്കോ പോയാൽ പോലും അത്ഭുതമില്ലാത്ത രീതിയിൽ ലീഗിന് മാനസാന്തരം ഉണ്ടാകുമോ അടുത്ത 26-ലെ തെരഞ്ഞെടുപ്പോട് കൂടി? അതുപോലെ തന്നെയാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നിലനിൽക്കുന്നത് തന്നെ അധികാരമായി ബന്ധപ്പെടുത്തി, അധികാരത്തിൽ നിന്ന് എന്തെങ്കിലും കർഷകർക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രത്യേകിച്ച് കർഷകർക്കും കിട്ടുമോ എന്നറിയുന്നതിന് വേണ്ടി മാത്രം രൂപീകരിച്ച പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അതിനും തുടർച്ചയായി 15 വർഷം ഭരണമില്ലാതിരുന്നാൽ എങ്ങനെ ഇരിക്കുമെന്നറിയില്ല. RSPക്ക് പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞതുപോലെ ഒരു MLA അസംബ്ലിയിലില്ല. അത് വളരെ ഗൗരവതരമാണ്. ഇരവിപുരത്ത് നിന്ന് നൗഷാദും അതുപോലെ തന്നെ ചവറയിൽ നിന്ന് രാജൻ പിള്ളയുടെ മകനുമൊക്കെ ജനിച്ച് ഡോക്ടർ ശുചിത്വമൊക്കെ ജയിച്ച് വന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു MLA പോലും ഇല്ലാത്ത രീതിയിൽ വല്ല ശുഷ്കമായി പോയ RSP ഇവർക്കൊക്കെ ഭരണമില്ലാതെ വീണ്ടും 5 വർഷക്കാലം കൂടെ പോയാൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഒരു വശത്ത് വീണ്ടും ഒരു മൂന്നാം ഊഴം കൂടി വന്നാൽ, അതേ ഗവൺമെൻറ് തന്നെ തുടർച്ചയായി വന്നാൽ പിന്നെ കാണിക്കുന്ന പേക്കൂത്തുകളും ബലം പിടിക്കലുകളും എല്ലാം എത്രയായിരിക്കുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല, സംഭവിച്ചാലും അത്ഭുതമില്ല. എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് തുടർച്ചയായി 3 പ്രാവശ്യം വന്നാൽ ആ ഗവൺമെൻറ് നയിക്കുന്ന പാർട്ടിയെയും ഘടകകക്ഷികളെയും അഹങ്കാരത്തിൻ്റെ ഉത്തുംഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് നമുക്കിപ്പോൾ അറിയില്ല. കാരണം അത് വന്നില്ലല്ലോ. വന്നാലേ നമുക്കറിയാൻ പറ്റൂ. പക്ഷേ അധികാരത്തിൻ്റെ ചിത്തഭ്രമം പ്രാപിച്ചുകൊണ്ട് എതിരാളികളെ എല്ലാം അടിച്ചൊതുക്കുന്ന വലിയൊരു കിരാത ഭരണത്തിലേക്ക് ചിലപ്പോൾ തുടർച്ചയായ ഭരണം പോയാലും അത്ഭുതമില്ല എന്നാണ് ലോക ചരിത്രം പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാമത് ഭരണം കിട്ടിയാലും വളരെ ജനാധിപത്യപരമായി കൊണ്ടുപോകുമോ എന്നുള്ള ചോദ്യവും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് പ്രതിപക്ഷത്തിൻ്റെ ഓരോ ഘടകകക്ഷികളുടെ നിലനിൽപ്പിൻ്റെ വിഷയം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാഷണൽ ലെവൽ പാർട്ടി ആയതുകൊണ്ട് ഇവിടെ നിന്ന് പല കാര്യങ്ങളും സഹായിക്കാനും സാധിക്കാനും സഹപ്രവർത്തകരെ തൃപ്തിപ്പെടുത്താനും കഴിഞ്ഞില്ല എങ്കിൽ നാഷണൽ ലെവലിൽ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റും. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഭരണമുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം അവർക്ക് സാമ്പത്തികമായാലും മറ്റൊരുപാട് കാര്യങ്ങൾ മൊബിലൈസ് ചെയ്യാൻ പറ്റും. അതേസമയം ഇവിടെ ഭരണമില്ലെങ്കിൽ മൂന്നാമത്തെ ഭാഗവും മൂന്നാമത്തെ ഊഴത്തിലും കേരളത്തിൽ ഭരണമില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാവി എന്താവുമെന്നുള്ളതും വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. എന്തായാലും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും LDFൻ്റെയും BJPയുടെയും ഒക്കെ ഭാവി, BJPയെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ല. അവർ 5% നിന്ന് 20% നീങ്ങി. ഇനി ഒരു 25-30% നീങ്ങിയാൽ അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അത് 26-ൽ തന്നെ വേണം നിർബന്ധമില്ല. വേണമെങ്കിൽ 1-2 പ്രാവശ്യം കൂടെ CPM-ഉം LDFും ഭരിച്ചോട്ടെ. അത് കഴിഞ്ഞ് കോൺഗ്രസിനെ നിലംപരിശാക്കിയതിന് ശേഷം ഞങ്ങൾ പ്രതിപക്ഷ സ്ഥാനത്ത് ഉയർന്നു വന്ന ആദ്യം പ്രതിപക്ഷം പിന്നെ ഭരണപക്ഷമായി മാറാം എന്നുള്ള ദീർഘകാല പദ്ധതികളുമായിട്ടാണ് BJP നടക്കുന്നത്. എന്തായാലും ഈ കച്ചവടത്തിൽ നഷ്ടം വരാൻ പോകുന്നത് UDFനാണ്. അങ്ങനെ നഷ്ടം വന്നാൽ അത് വലിയ വിലയായിരിക്കും UDF കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ തന്നെ അത് അവസാന ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പമായി ഇങ്ങനെ ചുരുങ്ങി ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡിലെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരും കൂടിയാണ് ഇതിനെല്ലാം പിന്നിൽ നടന്ന ഗൂഢാലോചനയാണ് ഇതെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ കേസ് ഒതുങ്ങിപ്പോയാൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രക്ഷപ്പെടും. വീണ്ടും അവർ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് പലതിനും ഉത്തരം പറയേണ്ടി വരും. കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ നടപടികൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക നമുക്കറിയില്ല. അതിനിടയിലാണ് NSSൻ്റെയും SNDPയുടെയൊക്കെ നിലപാടുകൾ. ഒരു വശത്ത് LDFന് അനുകൂലമായ നിലപാട് പറയുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ NSSൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 15 മുതൽ 20% ആളുകൾ നിഷ്പക്ഷരാണ്. NSSലുള്ള നായർ സർവീസ് സൊസൈറ്റിയിലുള്ള കരയോഗങ്ങൾ വഴി ചേർന്നിട്ടുള്ള
15 മുതൽ 20% വരെ ആളുകൾ നിഷ്പക്ഷരാണ്. അവരുടെ വോട്ട് ചിലപ്പോൾ ഇടതുപക്ഷത്തിന് കൂടെ പോകാൻ സാധ്യതയുണ്ട്. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ടുകൾ കൂടിയാകുമ്പോൾ ഇടതുപക്ഷത്തിന് പിടിച്ചു കയറാൻ കഴിയും എന്നാണ് ഇടതുപക്ഷം കരുതുന്നത്. പക്ഷേ ഈ 15% ഇടതുപക്ഷത്തേക്ക് പോകുമോ, അതോ വീണ്ടും ഇനി തിരഞ്ഞെടുപ്പെടുക്കുന്നതിന് മുമ്പ് വീണ്ടും ചർച്ചകളും വാഗ്വാദങ്ങളും സംവാദങ്ങളും നടന്ന് അത് കുറയുമോ എന്നുള്ള കാര്യവും വളരെ ഗൗരവതരമായ വിഷയമാണ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ രംഗവും മതവും ജാതി സംഘടനകളും വിശ്വാസവും ആചാരവും എല്ലാം കെട്ട് പിണഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ മൂന്നാമതൊരു അവസരം കൂടി പിണറായി വിജയന് കിട്ടിയാൽ എന്തായിരിക്കും കേരളത്തിലെ ക്രമസമാധാന നില, പോലീസ് സ്റ്റേഷൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഈ നാട്ടിലെ PSCയുടെ വില എന്തായിരിക്കും, അല്ലെങ്കിൽ PSC വഴി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടുന്നതാണ് തുടർ ഭരണം എന്നുള്ളത്. തുടർ ഭരണം 2ഓ 3ഓ പ്രാവശ്യം ജനാധിപത്യത്തിൽ തുടർച്ചയായി വന്നാൽ പിന്നെ അത് ഏകാധിപത്യത്തിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ചർച്ച കൊണ്ടുവരുന്നത്. പക്ഷേ അപ്പോൾ തീർച്ചയായും അത് ജനാധിപത്യവൽക്കരിക്കപ്പെട്ടതുകൊണ്ട് തന്നെ നിലനിൽക്കുമോ എന്നുള്ളത് നമുക്ക് പറയാനറിയില്ല. ജനങ്ങൾ ആദ്യം മൂന്നാം ഊഴത്തിന് വരെ തിരഞ്ഞെടുക്കണം, പിന്നെ ഇവരുടെ പ്രവൃത്തികൾ കൊണ്ട് ജനാധിപത്യത്തെ ധ്വംസിക്കില്ല എന്നുള്ള കാര്യങ്ങൾ വരണം. എന്തായാലും എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ജനാധിപത്യത്തിൻ്റെ ജീവവായു എന്ന് പറയുന്നത് തുടർച്ചയായ ആളുകൾ ഭരണത്തിൽ വരുന്നതല്ല, അത് ഭരണം മാറി മാറി വരണം. ജനങ്ങളുടെ സമ്മർദ്ദമനുസരിച്ച് കാര്യങ്ങൾ വ്യത്യാസം കൊണ്ടുവരണം. പുതിയ നയങ്ങൾ, പരിപാടികൾ, ചട്ടങ്ങൾ, ശീലങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ ജനാധിപത്യത്തെ സാർത്ഥകമാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വരുന്നിടത്ത് വരട്ടെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ജയിച്ചാൽ, മൂന്നാം ഊഴം വന്നാൽ ഇവിടെ വ്യത്യസ്തങ്ങളായ സ്വാതന്ത്ര്യം ഉണ്ടാകുമോ മനുഷ്യർക്ക്? അതുപോലെ തന്നെ നരേന്ദ്രമോദി തുടർച്ചയായി ജയിച്ചാൽ എന്താണ് രാജ്യത്ത് സംഭവിക്കുക എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. തീർച്ചയായിട്ടും ഒരു പാർട്ടിക്കും തുടർച്ചയായി ജയം കൊടുക്കുമ്പോൾ അപ്രമാദിത്വമുണ്ടാവുകയും സമൂഹത്തിൽ അരാജകത്വമുണ്ടാവുകയും എല്ലാം പാർട്ടിയുടെ സംരക്ഷകരെയും പാർട്ടി പ്രവർത്തകരെയും മാത്രം പ്രീണിപ്പിക്കുന്ന പുതിയ നയത്തിലേക്കുമൊക്കെ മാറിയാൽ അത്ഭുതമില്ല. എന്താണ് സംഭവിക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം. മൂന്നാം ഊഴം വരുമോ? വന്നാൽ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ എന്താകും? അതിലുപരി സാമാന്യ ജനങ്ങളുടെ സ്ഥിതി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക മാത്രമേ മുന്നിൽ കരണീയമായിട്ടുള്ളൂ.